നമസ്കാരം, സ്വാഗതം എല്ലാവർക്കും. ഈ ഒരു മൺസൂണിൽ ഒരു യാത്ര തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ സഞ്ചാരികൾ തിരഞ്ഞെടുക്കുന്നത് തീർച്ചയായിട്ടും അതിരപ്പള്ളി വാഴച്ചാല് വഴി മലക്കപ്പാറ ആ കാനനപാത തന്നെയാണ്. അതെ, ഇന്ന് നല്ല മഴയായിരുന്നു രാവിലെ. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു യാത്ര എന്ന് പറയുന്നത് KSRTCയിൽ മലക്കപ്പാറ വരെ പോകുക എന്നുള്ളതാണ്. രാവിലെ 7:50 ചാലക്കുടി KSRTC സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്ന ഈ ഒരു യാത്രയിൽ മഴയായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ലൊരു കോടമഞ്ഞും നല്ല തണുപ്പും ആസ്വദിച്ചുകൊണ്ട് ആ ഒരു കാടിൻ്റെ വന്യതയൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ളൊരു യാത്ര തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടെ കൂടുക. ഇറ്റ്സ് മി കലേഷ് വേലായുധൻ. വെൽക്കം ബാക്ക് ടു കലൂസ് വ്ലോഗ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ബസ് എത്തിയിരിക്കുകയാണ്. മലക്കപ്പാറ ബസ്. എന്തായാലും അതിനകത്ത് കയറാം. ഫ്രണ്ടിലിരിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. അവിടെ നിന്ന് കയറിയിട്ട് പോവാം. ഫ്രണ്ടിലിരിക്കാം. അപ്പോൾ അവിടുന്ന് കൃത്യം 7:50 നമ്മുടെ ബസ് എടുത്തിട്ടുണ്ട്. സ്റ്റാൻഡിൽ നിന്ന് എടുത്തു. ഈ പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഇടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇങ്ങനെ നോക്കട്ടെ. എന്തായാലും എഞ്ചിൻ്റെ അടുത്തിരിക്കണതുകൊണ്ട് നല്ല സൗണ്ടായിരിക്കും. ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 120 രൂപയാണ് മലക്കപ്പാറ വരെയുള്ള ടിക്കറ്റ് ചാർജ് കേട്ടോ. ഇപ്പോൾ പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് ഇട്ടിട്ടേക്കാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴാണ് ഇവിടെ നിന്ന് പുറപ്പെടുക. ചാലക്കുടി പ്രൈവറ്റ് സ്റ്റാൻഡിൽ. ചാലക്കുടി പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്നിട്ട് 8:10 ബസ് എടുത്തിട്ടുണ്ട്. ഇനി നേരെ അതിരപ്പള്ളി, അവിടെ നിന്ന് വാഴച്ചാല് മലക്കപ്പാറ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്തിരുന്നു. ഇടലും കാഴ്ചകൾ കാണാം. മഴയുണ്ട്, നല്ല മഴക്കാർ കാണാം. അപ്പോൾ നല്ല അടിപൊളി കോടമഞ്ഞും മറ്റൊക്കെ ആയിട്ടുള്ള കിടിലൻ യാത്രയായിരിക്കും. ബസ് ഇപ്പോൾ തൊമ്പൂർമൂഴി ഡാമിൻ്റെ പരിസരത്ത് എത്തിയിട്ടുണ്ടോ. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണ്. തൃശ്ശൂർ ഭാഗത്തിൻ്റെ കേട്ടോ, തൃശ്ശൂർ ജില്ലയുടെ. ഇവിടെ ഈ ബട്ടർഫ്ലൈനൊക്കെ കാണുന്ന രീതിയിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഗാർഡൻസ്, അതുപോലെ ചിൽഡ്രൻസ് പാർക്ക്, അങ്ങനെ പിന്നെ തൂക്കുപാലം, ഇതൊക്കെ കാണുന്ന ഒരു അടിപൊളി സ്ഥലം കൂടിയാണിത്. ബസ് ഇപ്പോൾ വെറ്റിലപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സിൽവർ സ്റ്റോം എന്ന് പറഞ്ഞൊരു വാട്ടർ തീം പാർക്കുണ്ട്. അതുപോലെ തന്നെ റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ വെറ്റിലപ്പാറ പാലം കാണാം. ആ വഴിക്കൊക്കെ പ്ലാന്റേഷൻ വഴി പോകാം. ആ കാണുന്ന വഴിയിലാണ് കേട്ടോ. അപ്പോൾ പ്ലാന്റേഷൻ വഴിയൊക്കെ പോകുന്നതിനും ഏഴാറ്റുമുഖം ഡാമിൻ്റെ ഭാഗങ്ങളിൽ പോകുന്നതിനും ആ വഴിക്ക് തിരിഞ്ഞു പോയാൽ മതി. അതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. അതിരപ്പള്ളിയുടെ ഉള്ളിലേക്ക് കിടക്കുന്ന എൻട്രിയാണ് ആ ഒരു മുള കൊണ്ടൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ചാർത്ത എത്തിയിട്ടുണ്ട് കേട്ടോ. ചാർത്ത വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ വീട് ചെയ്തതിനേക്കാൾ നല്ല ഭംഗിയിൽ വെള്ളം, കൂടുതലായിട്ട് വെള്ളം ഇവിടെ ഉണ്ട്. നമ്മൾ വാഴച്ചാല് ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നല്ല കോടയുണ്ട് ഇപ്പം തന്നെ. വാഴച്ചാല് ചെക്ക് പോസ്റ്റാണത്. അപ്പോൾ ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നമ്മൾ പ്രൈവറ്റ് വാഹനങ്ങളായിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ ഇറങ്ങി പാസ് എടുക്കണം. അതിനുശേഷം 3 മണിക്കൂറിന് ഉള്ളിൽ നമ്മൾ കേരളത്തിൻ്റെ മലക്കപ്പാറയുള്ള ആ ഒരു ചെക്ക് പോസ്റ്റിൽ നമ്മൾ എത്തണം. അപ്പോൾ നമ്മൾ ഈ KSRTC വന്നതുകൊണ്ട് അത്തരത്തിലുള്ള പാസും മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ നമ്മളെന്തായാലും ഇനിയൊരു കാടിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് കിടക്കുകയാണ്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തെക്ക് ഫോറസ്റ്റാണ്. ഇവിടെയൊക്കെ ഒരുപാട് അനിമൽസിനെ സ്പോട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമ്മുടെ ബസ് ഹോൺ അടിച്ചിട്ട് നല്ല രീതിയിൽ ഹോൺ അടിച്ചിട്ട് പോകണേ. അതിന് കാരണം അവിടെ നിന്ന് ഒരു KSRTC ഇങ്ങോട്ട് വരേണ്ട സമയമായി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പറഞ്ഞു തീർന്നില്ല, അതാ വരുന്നതാണ് ആ ബസ്. നമ്മൾ ഒതുക്കി കൊടുത്തു. ഓപ്പോസിറ്റ് വരുന്ന ബസ്സുകാരോട് ഡ്രൈവർ അവരൊരു സംഭാഷണം നടത്തും. നമ്മൾ വല്ല മൃഗങ്ങളെ കണ്ടിട്ടുണ്ടോ, അതുപോലെ തന്നെ മഴയുണ്ടോ, മരം വല്ലതും ഒടിഞ്ഞു കിടക്കുന്നുണ്ടോ എന്ന ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തിയിട്ടാണ് അവർ പോകുന്നത്. നമ്മൾ ഈ ഒരു വളവ് തിരിഞ്ഞു ചെല്ലുന്നത് ഒരു പാലത്തിലേക്കാണ്, ഒരു ഇരുമ്പ് പാലം. നമ്മൾ ഈ മൂന്നാറിലേക്കൊക്കെ പോകുമ്പോൾ നേര്യമംഗലം കഴിഞ്ഞ് പാലമല്ലേ, നേര്യമംഗലം പാലം, അതായത് മൂന്നാറിൻ്റെയൊക്കെ കവാടം എന്ന് വിളിക്കുന്നൊരു പാലമുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ പറയുന്ന മലക്കപ്പാറയുടെയൊക്കെ ഒരു കവാടമായിട്ട് കാണാവുന്ന ഒരു പാലമാണ് ഈ പറയുന്ന
പാലം. ഒരു ഇരുമ്പ് പാലമാണ്, ബ്രിട്ടീഷുകാർ പണിതാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നല്ല ഭംഗിയുണ്ട്. അതിനപ്പുറം തിക്ക് ഫോറസ്റ്റ് കാണാം. ഇടതുവശത്ത് വലതുവശത്തായിട്ട് ചാലക്കുടി പുഴ ഒഴുകി വരുന്നതും കാണാം. നമ്മളപ്പോൾ വീണ്ടും കാടിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഒരു സ്റ്റോപ്പുണ്ട്. ഇത് വാഴച്ചാൽ ഫോറസ്റ്റ് സ്റ്റേഷനാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് കുറച്ച് ആളുകളൊക്കെ കയറാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാളൊക്കെ ഉണ്ട് അപ്പുറത്ത്. അതുപോലെ തന്നെ ചെറിയൊരു റോഡ് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഒരു ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് പുളിയിലപ്പാറ എന്ന് പറയുന്ന ജംഗ്ഷൻ കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് നേരം കണ്ട് നിർത്തിയിടുന്നു, നോക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ബസ് കേട്ടോ. ഇവിടെ ഒരു 10 മിനിറ്റ് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിടും. പുളിയിലപ്പാറ എന്ന് പറഞ്ഞൊരു ജംഗ്ഷനാണത്. ഇവിടെ ഇങ്ങനെ ചെറിയ അമ്പലവും ജീപ്പും ഒക്കെ ആയിട്ടൊരു ജംഗ്ഷൻ. ഇതിന് ശേഷം പിന്നെ കടകളൊന്നും ഉണ്ടാവില്ല. ഇനി മലക്കപ്പാറ ചെന്നാലും ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ നോക്കുമ്പോഴേ തൊട്ടപ്പുറത്തൊരു ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ടാവും. ചെറുതും നല്ല രീതിയിൽ കോടം കൂടി കിടക്കണം. ഇവിടെ ഉണ്ടോ, ചുറ്റിലും കോട. എന്തായാലും പോണ വഴിയൊക്കെ നല്ല രസമായിരിക്കും. ഉണ്ടോ, അതൊക്കെ ഉണ്ടോ, അവിടെയൊക്കെ കോടം കൂടി കിടക്കണം. 10 മിനിറ്റ് പുളിയിലപ്പാറയിൽ നിന്നതിന് ശേഷം യാത്ര വീണ്ടും ആരംഭിച്ചു കേട്ടോ. ചാലക്കുടിക്ക് പോകണം വേറൊരു ബസ്സാണ്. ഇനി അങ്ങോട്ട് ഈ ഒരു കോടയും കാടും മാത്രം കണ്ടുകൊണ്ടുള്ളൊരു യാത്രയാണ് കേട്ടോ. നമ്മൾ ചോദിക്കും ഈ ഒരു ബസ്സിന് പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് നിർത്തി കാണാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഈ ബസ്സിന് പോകുന്ന ഫീൽ എന്ന് പറയുന്നത് വേറൊന്ന് തന്നെയാണ്. ചുറ്റിലും നല്ല ഉയരത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മൃഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇടതുവശത്തും വലതുവശത്തേക്ക് നോക്കി ഈ ഒരു തണുപ്പും എല്ലാം ആസ്വദിച്ച് ഈ ഒരു KSRTC ബസ്സിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് കേട്ടോ. നേരത്തെ നിങ്ങളെ കണ്ട ബസ്സിലെ നീല കളർ പ്രൈവറ്റ് ബസ്, അതാണ് ചീനിക്കാസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ വാൽപ്പാറയിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. വാൽപ്പാറയിൽ നിന്ന് ആകപ്പാടെയുള്ള പ്രൈവറ്റ് ബസ്സാണ് ഈ റൂട്ടിൽ. അതുപോലെ തന്നെ ചാലക്കുടിയിൽ നിന്ന് വാൽപ്പാറ വരെയുള്ള ആകെ ഉള്ളൊരു പ്രൈവറ്റ് ബസ്സാണ്. ഇവരിതുപോലെ അവിടെ മഴയുണ്ടോ, മൃഗങ്ങളുണ്ടോ, മരം ഒടിഞ്ഞു വീട്ടുണ്ടോ, ഇത്തരത്തിലുള്ളൊരു സംഭാഷണങ്ങൾ എല്ലാ വണ്ടികളും ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഇവരിൽ നിന്നുണ്ടാവും. ഇപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റൂട്ടിൽ ബസ്സുകൾ വളരെ കുറവാണ്. അതിൻ്റെ പ്രധാന കാരണമാണ് പറഞ്ഞത്. ചിലപ്പോൾ അത് മലക്കപ്പാറ വരെ ഒരാൾക്ക് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. 4-5 മണിക്കൂർ ഗ്യാപ്പിലാണ് ഈ റൂട്ടിൽ ബസ് ഓടുന്നത്. അപ്പോൾ അതെന്താണെന്ന് കൂടെയുള്ള ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞ കാരണമാണ്. എന്നാലും ഒരാളെയൊക്കെ വെച്ചിട്ട് എങ്ങനെയല്ലേ ഒരു റൂട്ടൊക്കെ ഓടിക്കുക. നല്ല രീതിയിൽ ആന ഇത് മറച്ചോണ പോയേക്കണം. നമ്മുടെ നിറയെ ആനക്കണ്ടുണ്ട്. ഇപ്പം നമ്മളീ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ആനയുടെ പ്രസൻസ് വളരെയധികം കൂടുതലുള്ളൊരു ഏരിയയാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടില്ലേ, അപ്പുറത്തും ഇപ്പുറത്തും നിറയെ ഈറ്റകളാണ്. അതുപോലെ തന്നെ ഇടതുവശത്തായിട്ട് ഡാമിൻ്റെ റിസർവോയറും കൂടിയാണ്. അപ്പോൾ യഥേഷ്ടം ഭക്ഷണവും കഴിക്കാം, വെള്ളവും കുടിക്കാം. അതുകൊണ്ട് ആനകൾ ഒരുപാട് ഉണ്ടാകുന്ന ഒരു ഏരിയ ഉണ്ടത്. നിങ്ങൾ കണ്ടില്ലേ ആനപ്പിണ്ടവും അതുപോലെ തന്നെ ആ ഒരു ഈറ്റയൊക്കെ ചവിട്ടി മെതിച്ചും പറിച്ചൊക്കെ ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഡ്രൈവർ എന്ന് പറയുന്നത് എല്ലാ സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് നമുക്ക് ആനയോ ഏതെങ്കിലും തരത്തിലുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിക്കാനുള്ളൊരു രീതിയിലാണ് അദ്ദേഹം ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ.
നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ആനയുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ചുറ്റിലും അദ്ദേഹത്തിൻ്റെ ഡ്രൈവിങ്ങും നല്ല രസമാണ്. നല്ല തഴക്കവും പഴക്കമൊക്കെ ഒരു കിടിലൻ ഡ്രൈവർ കൂടിയാണ് അദ്ദേഹം. ഇതൊരു ജംഗിൾ സഫാരി അല്ലാത്തതുകൊണ്ടും സാധാരണ ഒരു റൂട്ടായതുകൊണ്ടും നമ്മളെല്ലാവരും ഒരുപോലെ ഇങ്ങനെ നോക്കിയാൽ മാത്രമാണ് മൃഗങ്ങളെ കാണാൻ കഴിയുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള മൃഗങ്ങളെ കണ്ടാൽ അവർ നമുക്ക് നിർത്തി കാണിച്ചു തരും. അതുകൊണ്ട് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി മുകളിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ താഴെ എവിടെയെങ്കിലും ആനകളോ ഏതെങ്കിലും മൃഗങ്ങളോ ഉണ്ടോ എന്ന് നോക്കണം. ആനക്കല്ലും പാടം ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ മഴ പെയ്യുന്നതുകൊണ്ട് നല്ല കോടയാണ് കടൽ. അപ്പോൾ ബസ്സുകാരൊക്കെ പറഞ്ഞത് മഴ ഇങ്ങനെ ചാറി നിൽക്കുന്നുണ്ട്, നല്ല രീതിയിൽ കോടയുണ്ടെന്നാണ് നേരത്തെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല കോടയാണ്. ഫോണിൽ കാണുമ്പോൾ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ, പക്ഷേ വിസിബിലിറ്റി ഭയങ്കര കുറവാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷോളയാറിലെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് KSEBയുടെ ഭാഗമായിട്ടുള്ള പവർ സ്റ്റേഷനിലേക്കാണ്. ഇവിടെ എന്തായാലും ആൾ ഇറങ്ങാനും കയറാനും ഇല്ലെങ്കിലും ഇവിടെ പോയിട്ട് ഗേറ്റ് തുറന്ന് അവിടെ നിന്ന് വണ്ടി തിരിച്ചിട്ടാണ് വീണ്ടും ആ ഒരു മെയിൻ റോട്ടിലേക്ക് വന്നിട്ട് യാത്ര തുടങ്ങുക. കാടിൻ്റെ ഉള്ളിലിങ്ങനെ മഴ പെയ്യുമ്പോൾ ഈ ഒരു കോടയൊക്കെ കണ്ടുകൊണ്ട് പോകാനുള്ള രസം നല്ല രസമല്ലേ കാണാൻ തന്നെ. ഇത്രയും വിസിബിലിറ്റി ക്യാമറയിലുള്ളൂ കേട്ടോ, നേരിട്ട് കാണുമ്പോൾ ഇത്രയും വിസിബിലിറ്റി ഒന്നുമില്ല. ഈ കോടയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ വണ്ടിയുടെ ഈ ഒരു ഗ്യാപ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ കോട കയറി വരുന്നുണ്ട്. നല്ല രസമാണ്, നല്ല തണുപ്പുണ്ട്. ചില സ്ഥലങ്ങളിലൊന്നും വണ്ടി ഒറ്റ ഒടിയില്ല കേട്ടോ. അതുകൊണ്ടിങ്ങനെ നേരെ പോയി നമുക്ക് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വണ്ടി നേരെ പോയി ഇടിക്കാൻ വേണ്ടി തോന്നും. അതുപോലെ വണ്ടി പോയി ഇടിച്ച് നിർത്തിയിട്ട് പതുക്കെ ഇങ്ങനെ ബാക്കോട്ട് എടുത്തിട്ട് ഒന്നും കൂടി വളയ്ക്കണം. എന്നാൽ മാത്രമേ ഒടിഞ്ഞ് വളയുള്ളൂ, അല്ലാതെ വളയില്ല. അത്രയ്ക്കും കുത്തനെയുള്ള വളവാണ്. അതൊക്കെ ഡാമിൻ്റെ ഭാഗമായിരുന്നു, ഒന്നും കാണാൻ പറ്റില്ല. കോട ഡാമിൻ്റെ റിസർവർ കാണുന്ന ഭാഗമായിരുന്നു, നല്ല കോട, ഒന്നും കാണാൻ പറ്റില്ല. അവിടെ ഒരു ഷെഡ് കാണാം, എന്താ വരികണേ, ചണ്ടത്തോട് ക്യാമ്പ് ഷെഡ് എന്ന് പറഞ്ഞൊരു ബോർഡ്. ഇവിടെ
ഇവിടുന്ന് ഇപ്പോൾ കുറച്ച് ആളുകൾ കയറി. ആ കാട് തന്നെ ഉള്ളിൽ ട്രൈബ് ഇതിനകത്തുപെട്ട ആളുകളാണ്. ഇതൊരു ട്രൈബ് ഏരിയയിലേക്കുള്ളൊരു വഴി കേട്ടോ. കാട്ടിൽ നല്ല രസമല്ലേ ആ ഭാഗത്തേക്ക് കയറ്റം കയറി പോകുമ്പോൾ അവിടെ മഞ്ഞും മരമൊക്കെ. ഇവിടെ ബോർഡൊക്കെ ഉണ്ട്. ആന തല്ലി പൊളിച്ച് കളഞ്ഞാണ് അതൊക്കെ അവിടെ കല്ലുകൊണ്ട് കെട്ടി വെച്ചത്. ഇപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട്. നല്ല ബോർഡാണ്, കാണാൻ പറ്റാൻ വഴിയില്ല. നമ്മളിത് ഇപ്പോൾ മലക്കപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി. നല്ല കോടയാണ് ഇവിടെ, കോടയാണ്. അവർക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമെന്നൊരു പിടുത്തമില്ല, കാണാൻ പറ്റാൻ വഴിയില്ല ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ. ഇവിടെ മലക്കപ്പാറ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കുറേ കടകളൊക്കെ ഉള്ളൊരു ഏരിയയിലാട്ടോ. ഒന്നും കാണാനോ, നല്ല കൂടെയുണ്ടോ. ഇവിടെ ചായക്കടയൊക്കെ ഉണ്ട്. ഇനി ഇവിടെ നമ്മളെ ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഒന്നും കാണാനില്ല. അടിച്ചേറാം. ഇവിടെ ചെക്ക് പോസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ. ഞാനാദ്യം ബൈക്കിൽ വന്ന സമയത്ത് ഇവിടെ ആയിരുന്നു ആ ഒരു നമ്മൾ വണ്ടി വാഴച്ചാലിൽ നിന്നൊരു നമുക്കൊരു സ്ലിപ്പ് കിട്ടും, അതിവിടെ കാണിക്കണമായിരുന്നു. ഇവിടെ തന്നെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ മലക്കപ്പാറ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടോ. ഇവിടെ ഓട്ടോറിക്ഷയുണ്ട് അങ്ങനെ. ഇപ്പോൾ നമ്മൾ തമിഴ്നാടാണ്, അതിൻ്റെ അപ്പുറത്താണ് കേരളം വരുന്നത്. നമ്മൾ വന്ന ബസ്സാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ അടുത്തിരിക്കുകയാണ്. തേയില നുള്ളിൽ കൊണ്ടുവരുന്നത് ഇവിടെ കൊണ്ടിട്ട് ചായ കുടിക്കാൻ വേണ്ടി തൊഴിലാളികൾ വരണം കേട്ടോ. ആ തിക്കി നിറയ്ക്കുന്നതൊക്കെ തേയിലകളാണ്. ഞാൻ ഇവിടെ മലക്കപ്പാറ വന്ന് ഇറങ്ങിയ സമയത്ത് ഭയങ്കര മഴയും മഞ്ഞുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് മാറി അവിടെ നിന്നൊക്കെ ഒന്ന് കറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് കൂടി എടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ കുറച്ച് ഭാഗത്തുണ്ട്. പിന്നെ നമ്മൾ നടന്നു പോകുന്ന ആ ഭാഗത്ത്
അതായത് കേരളത്തിൻ്റെ അതിർത്തി വരുന്ന ഭാഗത്തൊക്കെയാണ് കടകളുള്ളത്, ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കടകളുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മലക്കപ്പാറ. പിന്നെ നമ്മൾ ആ വന്ന വഴിക്കേണ്ട അവിടെ ഒന്നും കാണാൻ പറ്റിയില്ല, പോകുമ്പോൾ വിളിച്ചുകൊണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ ഞാൻ പോയി വെയിറ്റ് ചെയ്യട്ടെ, 5 മണിക്ക് ബസ് ഉണ്ടെന്ന് പറഞ്ഞു തിരിച്ച്. ഇപ്പോൾ അതിനകത്ത് കയറി പോകണം. അപ്പുറത്തെ ഭാഗത്തൊക്കെ നിറയെ കോടയുണ്ട്. ഞാൻ നല്ല വിഷ്വൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ മലക്കപ്പാറ എത്തിക്കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പറ്റിയൊരു കട കേട്ടോ. ഇവിടെ ആദ്യം കുറേ ഹോട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതെ ഇവിടെ കണ്ടോ, ഇതൊരു ഹോട്ടലാണ്, ഹോട്ടൽ മലക്കപ്പാറ. അതൊരു ഹോം സ്റ്റേ ഒക്കെയാണെന്ന് തോന്നിട്ടത്. പിന്നെ ബോർഡൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടോ, ഹോട്ടൽ മലക്കപ്പാറ. പിന്നെ മല്ലിക ചേച്ചിയുടെ കട, നാടൻ ഭക്ഷണം, അങ്ങനെയൊക്കെ എഴുതി വെച്ച ബോർഡ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ളത് മലക്കപ്പാറ. പിന്നെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ ഡാമിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. പിന്നെ ചെറിയ ചെറിയ ചായക്കടകളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ വന്നിറങ്ങിയ ആ ഒരു ചെക്ക് പോസ്റ്റ്. ഇവിടുന്ന് ഇതിൻ്റെ അപ്പുറം തമിഴ്നാടാണ്. പിന്നെ എന്തായാലും ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം ബസ് വരുന്നവരെ. ഇനിയുണ്ട് 1.5 മണിക്കൂറും കൂടി. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രകൃതി രമണീയമായിട്ടുള്ള മലക്കപ്പാറ റൂട്ടും അതിൻ്റെ വീഡിയോ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ചേരെ. പിന്നെ അഭിപ്രായങ്ങൾ മോശമാണെങ്കിൽ പോലും കമൻ്റായിട്ട് രേഖപ്പെടുത്തരെ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.